ദേശീയപാത ഇത്തിക്കരയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 16 ദിവസം പിന്നിട്ടു. ഇത്തിക്കര പാലത്തിനു സമീപം ദേശീയപാതയിലാണ് സമരം നടക്കുന്നത്. 16-ാം ദിവസം നടന്ന പൊതുസമ്മേളനം ആദിച്ചനല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തില് തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള ഏരിയ ഏകദേശം പണി പൂർത്തിയായി ഈ മാസം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഏൽപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടുത്തെ പണികൾ ഏകദേശം നല്ല രീതിയിലാണ്. അത് ഒരു റീച്ച് എടുത്തേക്കുന്നത് നമ്മുടെ ഊരാളുങ്കലാണ്. ഊരാളുങ്കലിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടേതായ രീതിയിലുള്ള വർക്കുകളാണ് അവർ ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 1.5 കിലോമീറ്റർ നീളത്തില് 6 വരി പാത ഒറ്റ തൂണിൽ പോകുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും അതില്ല. ഊരാളുങ്കൽ ഏറ്റെടുത്തത് നടത്തിയിരിക്കുന്നത് 1.5 കിലോമീറ്റർ നീളത്തിൽ കാസർഗോഡ് ജംഗ്ഷനിലെ 6 വരി പാത ഒറ്റ തൂണിൽ പോവുകയാണ്. അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് അവർ മുന്നോട്ട് പോയി. ഈ മാസം തന്നെ അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഏൽപ്പിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഏരിയ മേഘ കൺസ്ട്രക്ഷനും KNK കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ശിവാലയൊക്കെ എടുത്തിരിക്കുന്ന ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മണ്ണിന്റെ ഘടന നോക്കാതെയും കെട്ടിപ്പൊക്കി ആകാശ സൗധങ്ങൾ പോലെ കെട്ടിപ്പൊക്കിയിട്ട് അതിനകത്ത് ഇടയ്ക്ക് നമുക്കറിയാം കാസർഗോഡ് ചാവക്കാട് ഏരിയയില് റോഡിൽ നടുക്ക് വിള്ളൽ വന്നിട്ട് അത് രഹസ്യമായിട്ട് അവർ ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ വീടിനൊക്കെ പൂശുമ്പോൾ പിറ്റി പൂട്ടുമ്പോൾ പുട്ടിയിട്ട് നമ്മൾ അടയ്ക്കും. അതേപോലെ ടാർ ഒരുക്കി നടുക്കൊഴിച്ചിട്ടാണ് അവരടച്ച് നോക്കാൻ പോയത്. അത് ജനങ്ങളൊരു ശക്തമായ പ്രതിഷേധം ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ റീച്ചറിലെ പണി നിർത്തിവെച്ചിട്ട് പുതിയ രീതിയിൽ ചെയ്തത്. മലയാള ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്ലാക്കാട് ശ്രീകുമാറാണ് 16-ാം ദിവസം സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ദേശീയപാത തടയുന്നത് ഉൾപ്പെടെയുള്ള സമരം നടത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് ആലോചിച്ചത്, ഇതിന്റെ സമരമുഖത്ത് ഒരു പ്രദേശത്തെ ജനങ്ങൾ മാത്രമാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മുൻപ് സംസാരിച്ചവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് കിട്ടുന്ന അറിവ്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് അതല്ല. നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സമരം നടത്തുന്നത്, ആ ആവശ്യം ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല. ഈ സമരത്തെക്കുറിച്ച് അറിയാത്ത നിരവധി ആളുകളുടെ ജീവിതത്തിൽ ഈ പാത അനിവാര്യമാണ്. അടിപ്പാതയോ അതിന് തക്കതായ വിധത്തിലുള്ള സഞ്ചരിക്കുവാനുള്ള ഇടമോ നമുക്ക് നേടിയെടുക്കേണ്ടതുള്ള ആവശ്യകത അത്രയും വ്യാപകമാണ്. അങ്ങ് കുളത്തൂപ്പുഴ വരെ ഉള്ള ആളുകൾക്ക് പോലും ഈ പാതയുടെ പ്രയോജനം. എന്നാൽ ഇത്തിക്കരയ്ക്ക് തൊട്ടടുത്തുള്ള പ്ലാക്കാട് എന്ന പ്രദേശത്ത് പോലും ഈ സമരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. ഇത്തിക്കരയിൽ ഇന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ പാതയുടെ ആവശ്യകത ഉൾക്കൊള്ളേണ്ടുന്ന ജനത പ്ലാക്കാട് നിവാസികളാണ്. പ്ലാക്കാട് ആദിച്ചനല്ലൂർ പ്രദേശത്തുള്ള ആളുകൾക്ക് നേരിട്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള നടപടികളാണ് NHന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കുകയും ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള ഘട്ടത്തിൽ ഒരുപക്ഷെ നാഷണൽ ഹൈവേ തടഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ വരെ വേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ ആലോചനയിൽ കടന്നു വരുന്നത്. ചാത്തന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് BI ശ്രീനാഗേഷ്, സന്തോഷ് കുമാർ, അബ്ദുൽ വഹാബ്, തട്ടാമല രാജൻ, രാജു D മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തിക്കരയിൽ അടിപ്പാത വന്നില്ലെങ്കിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ 2 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം ഇത്തിക്കരയിലേക്ക് എത്താൻ. അടിപ്പാത വരികയാണെങ്കിൽ പ്രദേശത്തെ 350ഓളം കുടുംബങ്ങൾക്കും ഓയൂർ, അഞ്ചൽ, കൊല്ലം ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ G രാജു പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് ഇത്തിക്കര വയൽ, അമ്പലത്തറ, മൂഴിയിൽ, മൈലക്കാട് പ്രദേശങ്ങൾ ഉൾപ്പെട്ട ജനങ്ങൾ 350ഓളം കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരമാർഗത്തിലോട്ട് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 350 കുടുംബങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഈ ഒരു അടിപ്പാത വരികയാണെങ്കിൽ പ്രയോജനം ചെയ്യുക. പ്ലാക്കാട്, ആദിച്ചനല്ലൂർ, ഓയൂർ, ആയൂർ, അഞ്ചൽ, കുളത്തൂപ്പുഴ
ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്കും ഇത്തിക്കരയിൽ ഒരു അടിപ്പാത വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സഞ്ചരിക്കുന്നതിനും ഇവിടെ ഇത്തിക്കര വന്നിട്ട് കൊല്ലത്തോട്ട് പോകുന്നതിനും ആലപ്പുഴയിലോട്ട് പോകുന്നതിനും അതേമാതിരി തന്നെ തിരുവനന്തപുരത്തോട്ട് പോകുന്നതിനും സൗകര്യമുള്ളതാണ്. ഈ ഇത്തിക്കര ഭാഗത്ത് താമസിക്കുന്ന ഇത്തിക്കര വയലിലുള്ളവർ എല്ലാ വർഷവും ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾക്ക് അവിടെ വെള്ളം കയറി, എല്ലാ വീടുകളിലും വെള്ളം കയറി ആൾക്കാർ റിലീഫ് ക്യാമ്പുകളിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ റിലീഫ് ക്യാമ്പുകളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് 3 പ്രാവശ്യമാണ് വെള്ളം കയറിയത്. വെള്ളം കയറുന്ന ഭാഗമാണ് ഈ സ്ഥലം. അത് അധികാരികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്ത് ഞങ്ങൾ താമസിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ആംബുലൻസെങ്കിലും ഇതുവഴി കടന്നു പോകുന്നതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഈ ഭാഗം വന്ന് കണ്ടാൽ അധികാരികൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഒരു 4.5 മീറ്റർ ഉയരത്തിൽ അവരൊരു വലിയ മതിൽ കെട്ടി തിരിച്ച് ആ സൈഡിൽ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാനും മേലോട്ട് കയറാനും പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. യാതൊരു കാരണവശാലും ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ച് തരാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ജനകീയ സമരസമിതി ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് ഞങ്ങൾ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. അതിന് ഞങ്ങൾ ഈ കളക്ടറെ കണ്ടു, NH അതോറിറ്റിക്കാരെ കണ്ടു, പിന്നെ പ്രോജക്റ്റ് ഡയറക്ടറെ കണ്ടു, MP കണ്ടു, MLA കണ്ടു, BJPയുടെ ഉന്നതരായ നേതാക്കന്മാരെ കണ്ടു, കാണേണ്ടുള്ള ഉന്നത അധികാരികളെ മൊത്തം കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിയെ കണ്ടു, മുഹമ്മദ് റിയാസ് അവറുകൾക്ക് പൊതുമരാമത്ത് മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തു. എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ കൃത്യമായി അറിയിക്കേണ്ട എല്ലാ ആൾക്കാരെയും ഞങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടന്ന സമാപന സമ്മേളനം വയമ്പ് സാംസ്കാരിക വേദി ചെയർമാൻ VP രാജീവൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഓരോരുത്തരോടും, പ്രത്യേകിച്ചും സഹോദരിമാരുള്ളവരുടെ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നടത്തുന്നത് ഈ നാടിൻ്റെ അന്തസ്സാർന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ലോകത്തില്ല. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ മണ്ണിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടമുണ്ടല്ലോ, ഇതാണ് ഈ തലമുറ കാണുന്നത്, വരും തലമുറ പാടുന്നത്. നമ്മൾ ഓർക്കണം, ഒരിക്കലും ഈ നാട് നമ്മുടെ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ, വിപ്ലവ പ്രവർത്തനങ്ങളെ പുരോഗമനപരമായി കണ്ടൊരു നാടല്ല ഇത്തിക്കര. ഇവിടെ നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒരു സാമൂഹിക പ്രവർത്തനത്തെയും 100% ആത്മാർത്ഥമായി പുകഴ്ത്തിയ നാടല്ല ഇത്തിക്കര. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെയും തള്ളിപ്പറയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ആ അറിവോടുകൂടി തന്നെയാണ്, അതൊന്നും വകവയ്ക്കാതെ നമ്മൾ ഈ പോരാട്ടവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അത് വിജയിക്കുമെന്നുള്ളതിൽ ഈ പോരാട്ട വീര്യത്തിന്റെ തീവ്രത കാണുമ്പോൾ എനിക്ക് ലവലേശം സംശയവുമില്ല. തുടർന്ന് VP രാജീവൻ നൽകിയ നാരങ്ങാനീര് കുടിച്ചുകൊണ്ട് പ്ലാക്കാട് ശ്രീകുമാർ 16ാം ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു.